മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിലെ Module-4 ഇന്ത്യൻ ഫിലോസഫിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എക്സാമിന് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കാം. The Four Noble Truths of Buddhism. Although Buddha preached orally, his three central doctrines have been preserved well. The first of these is Kadvari Arya Satyas or the Four Noble Truths. ബുദ്ധമതത്തിൻ്റെ 4 നോബിൾ ട്രൂത്ത്സിനെ പറ്റിയാണ് പറയുന്നത്. ബുദ്ധൻ തൻ്റെ തത്വങ്ങൾ പ്രസംഗ രൂപത്തിലാണ് അവതരിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ 3 പ്രധാന ആദർശങ്ങൾ നഷ്ടപ്പെടാതെ വളരെ നന്നായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവയിൽ ആദ്യത്തേത് കാഡ്വരി ആര്യ ട്രൂത്ത്സ് അല്ലെങ്കിൽ 4 നോബിൾ ട്രൂത്ത്സ് ആണ്. First one, there is misery. Second, there is a cause of misery. Third, there is cessation of misery. And last one, there is a path leading to the cessation of misery. ഇവയാണ് 4 നോബിൾ ട്രൂത്ത്സ്. ഒന്നാമത്തേത്, ഈ ഭൂമിയിൽ ദുരിതമുണ്ട്. 2, ദുരിതത്തിനൊരു കാരണമുണ്ട്. 3, ദുരിതത്തിന് വിരാമമുണ്ട്. അവസാനത്തേത്, ദുരിതത്തിൻ്റെ വിരാമത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയുണ്ട്. The theory contained in the 4th noble truth is called the Eightfold Noble Path and prescribes the following 8 steps which led to enlightenment. 4 noble truthsൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തത്തെ Eightfold Noble Path എന്ന് വിളിക്കുന്നു. അതായത് അഷ്ടമാർഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ Eightfold Noble Path എന്ന സിദ്ധാന്തം 8 മാർഗങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. Right views, right determination, right speech, right conduct, right livelihood, right endeavor, right mindfulness and right concentration. ശരിയായ വീക്ഷണങ്ങൾ, ശരിയായ ദൃഢനിശ്ചയം, ശരിയായ സംസാരം, ശരിയായ പെരുമാറ്റം, ശരിയായ ഉപജീവനമാർഗം, ശരിയായ പരിശ്രമം അല്ലെങ്കിൽ ഉത്സാഹം, ശരിയായ മനോഭാവം, ശരിയായ ഏകാഗ്രത. ഇവയാണ് എയ്റ്റ്ഫോൾഡ് നോബിൾ പാത്ത് എന്ന സിദ്ധാന്തത്തിൻ്റെ 8 മാർഗനിർദ്ദേശങ്ങൾ. ഗ്രഹണശക്തിയും അനുമാനവും യഥാർത്ഥ വിജ്ഞാന സമ്പാദനത്തിനുള്ള മാർഗങ്ങളായി ബുദ്ധമതം വിശ്വസിക്കുന്നു. അങ്ങേയറ്റത്തെ അല്ലെങ്കിൽ തീവ്രമായ നിലപാടുകൾ ഒഴിവാക്കാനും മധ്യമാർഗങ്ങൾ സ്വീകരിക്കാനും ശ്രീബുദ്ധൻ അഭ്യർത്ഥിച്ചു. ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ജ്ഞാനത്തിലേക്കും പ്രബോധയത്തിലേക്കും തൽഫലമായി അത് മോക്ഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുമെന്നും ബുദ്ധമതം അനുശാസിക്കുന്നു. Next, the Sutra period. Dr. Radhakrishnan has distinguished 4 different periods of Indian philosophy in the following way. First one, the Vedic period. Second, the Epic period. Third, the Sutra period. And last one, the Scholastic period. സൂത്ര കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളെ താഴെ പറയുന്ന വിധത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ തരംതിരിച്ചിരിക്കുന്നു. വേദിക് കാലഘട്ടം, എപ്പിക് കാലഘട്ടം, സൂത്ര കാലഘട്ടം, സ്കോളാസ്റ്റിക് കാലഘട്ടം എന്നിങ്ങനെയാണവ. തത്വശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുന്നതിന് ഇക്കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. സാഹിത്യരചനകളെ സംഗ്രഹിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന നിലയിൽ സൂത്രങ്ങൾ പിറവിയെടുത്തത് ഇക്കാലഘട്ടത്തിലായിരുന്നു. ഈ സൂത്രങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ഉതകുന്ന വിശദീകരണങ്ങൾ എന്ന ആശയവും ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉത്സാഹശാലികളായ പണ്ഡിതരും ചിന്തകരും മുൻകാലഘട്ടങ്ങളിൽ തത്വശാസ്ത്ര പ്രശ്നങ്ങളെയാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ സൂത്ര കാലഘട്ടത്തിൽ തത്വശാസ്ത്ര പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ കഴിവിനെയാണ് പണ്ഡിതർ വിമർശനപൂർവ്വം അപഗ്രഥിച്ചിട്ടുള്ളത്. ജൈന തിയറിയെയാണ് നമ്മൾ അടുത്തതായി പറയുന്നത്. വിമർശനത്തിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം തത്വശാസ്ത്രത്തിലെ ഒരു രീതിശാസ്ത്രമാണ്. ഇത് നാഗാർജുനയുടെ തർക്കശാസ്ത്രത്തിൻ്റെ നേരെ വിപരീതമാണ്. യാതൊരു വിധത്തിലുള്ള ബദൽ മാർഗവും സാധ്യമല്ലെന്ന് ബുദ്ധമതാനുയായികൾ പറയുന്നു. എന്നാൽ എല്ലാ തീർപ്പുകളും അല്ലെങ്കിൽ വിമർശനങ്ങളും ആപേക്ഷികമായി മാത്രമേ സത്യമാകുന്നുള്ളൂ എന്ന് ജൈനമത വിശ്വാസികൾ വാദിക്കുന്നു. കേവലമായ ശരിയും കേവലമായ തെറ്റും എന്നൊന്നില്ലെന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യത്തിന് അനന്തരമായ സവിശേഷതകളുണ്ട്. 7 തരം തീർപ്പുകൾക്ക് ജൈനമതാനുയായികൾ രൂപം നൽകിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്യാദസ്തി, റിലേറ്റീവ്ലി എ തിങ് ഈസ് റിയൽ. അതായത് സ്യാദസ്തി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. രണ്ടാമത്തേത് സ്യാനാസ്തി, റിലേറ്റീവ്ലി എ തിങ് ഈസ് അൺറിയൽ. സ്യാനാസ്തി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥമല്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം.
മൂന്നാമത്തേത് സ്യാദാസ്തി നാസ്തി. റിലേറ്റീവ്ലി എ തിങ് ഈസ് ബോത്ത് റിയൽ ആൻഡ് അൺറിയൽ. സ്യാദസ്തി നാസ്തി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥവും യഥാർത്ഥമല്ലാത്തതും ഇവ രണ്ടും ചേർന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. നാലാമത്തേത് സ്യാദവക്തവ്യം. റിലേറ്റീവ്ലി എ തിങ് ഈസ് ഇൻഡിസ്ക്രൈബിൾ. സ്യാദവക്തവ്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. അഞ്ചാമത്തേത് സ്യാദസ്തി ച അവക്തവ്യം. റിലേറ്റീവ്ലി എ തിങ് ഈസ് റിയൽ ആൻഡ് ഈസ് ഇൻഡിസ്ക്രൈബിൾ. സ്യാദസ്തി ച അവക്തവ്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥവും വിശദീകരിക്കാൻ കഴിയാത്തതുമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. ആറാമത്തേത് സ്യാനാസ്തി ച അവക്തവ്യം. റിലേറ്റീവ്ലി എ തിങ് ഈസ് അൺറിയൽ ആൻഡ് ഈസ് ഇൻഡിസ്ക്രൈബിൾ. സ്യാനാസ്തി ച അവക്തവ്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥമല്ലാത്തതും വിശദീകരിക്കാൻ കഴിയാത്തതുമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. ഏഴാമത്തേത് സ്യാദസ്തി ച നാസ്തി ച അവക്തവ്യം. റിലേറ്റീവ്ലി എ തിങ് ഈസ് റിയൽ അൺറിയൽ ആൻഡ് ഇൻഡിസ്ക്രൈബിൾ. സ്യാദസ്തി ച നാസ്തി ച അവക്തവ്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി യഥാർത്ഥവും യഥാർത്ഥമല്ലാത്തതും വിശദീകരിക്കാനാകാത്തതുമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. ഇവയാണ് ജൈന മതാനുയായികൾ രൂപം നൽകിയിട്ടുള്ള 7 തരം തീർപ്പുകൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യോഗ സ്കൂളിനെ പറ്റിയാണ്. പതഞ്ജലിയാണ് യോഗ സ്കൂൾ സ്ഥാപിച്ചത്. കപില സ്ഥാപിച്ച സംഖ്യ സ്കൂളിനോട് ഏറെ അടുപ്പവും സാദൃശ്യവും ഉള്ളതാണ് യോഗ സ്കൂൾ. സംഖ്യ സ്കൂൾ സിദ്ധാന്ത തലത്തിന് ഊന്നൽ നൽകുമ്പോൾ യോഗ സ്കൂൾ പ്രായോഗിക തലത്തിന് മുൻതൂക്കം നൽകുന്നു. ഒരേ സമ്പ്രദായത്തിൻ്റെ 2 വശങ്ങളായി യോഗ സ്കൂളിനെയും സംഖ്യ സ്കൂളിനെയും കണക്കാക്കാവുന്നതാണ്. യോഗ സ്കൂൾ വിവേചന ശക്തി പ്രകടമാക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് ഇത് ആവശ്യമാണ്. യോഗ പരിശീലനത്തിലൂടെ അത്തരമൊരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ കഴിയും. യോഗ പരിശീലനത്തിന് 8 സ്റ്റെപ്പുകളാണ് നിർദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശുചീകരണം, ആത്മനിയന്ത്രണം, ശാരീരികമായ പൂർണ്ണ ആരോഗ്യാവസ്ഥ, ധ്യാനം എന്നിവയ്ക്ക് യോഗ സ്കൂൾ ഊന്നൽ നൽകുന്നു. യോഗ നിർദ്ദേശിക്കുന്ന 8 സ്റ്റെപ്പുകൾ ഇവയാണ്. First one, yama or restraint. Second one, niyama or discipline. Third one, asana or sitting posture. Fourth, pranayama or breathing exercise. Fifth, pratyaha or withdrawal of the senses. Sixth, dharna or attention. Seventh one, dhyana or meditation. And last one, samadhi or concentration. യാമ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം, നിയാമ എന്ന് പറഞ്ഞാൽ അച്ചടക്കം, ആസന ഇരിക്കുന്ന രീതി, പ്രാണയാമ എന്ന് പറഞ്ഞാൽ ശ്വാസ പരിശീലനങ്ങൾ, പ്രത്യാഹർ ഇന്ദ്രിയങ്ങളുടെ ഉൾവലിച്ചിൽ, ധർണ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, ധ്യാന എന്ന് പറഞ്ഞാൽ ധ്യാനം, സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത. യോഗ സ്കൂൾ നിർദ്ദേശിക്കുന്ന 8 സ്റ്റെപ്പുകളാണ് ഇവയെല്ലാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആസ്തിക സ്കൂൾസ് ഓഫ് ഫിലോസഫി. ഇന്ത്യൻ തത്വശാസ്ത്ര ചിന്തയുടെ 9 സ്കൂളുകളെ ഓർത്തഡോക്സ് ആസ്തിക, ഹിറ്ററോഡോക്സ് നാസ്തിക എന്നിങ്ങനെ 2 വിശാല വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വേദങ്ങളുടെ അപ്രമാദിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം നടത്തിയിട്ടുള്ളത്. ഈ വിഭാഗത്തിൽ 6 ചിന്താഗതികൾ ഉൾപ്പെടുന്നു. അതിൽ ഒന്നാമത്തേത് മീമാംസയാണ്. ജൈമിനി സ്ഥാപിച്ച മീമാംസ സ്കൂൾ വേദങ്ങൾ നിഷ്കർഷിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾക്ക് അനുകൂലമായും അവ സംരക്ഷിക്കുന്നതിന് തക്ക കാരണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. വേദങ്ങൾ സ്വയം നിലനിൽക്കുന്നവയാണെന്നും നിത്യമായവയാണെന്നും മീമാംസ സ്കൂൾ വാദിച്ചു. രണ്ടാമത്തേത് വേദാന്തയാണ്. താത്വികമായി നോക്കിയാൽ വേദങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു വേദാന്ത സ്കൂൾ. വേദങ്ങൾ അവസാനിച്ച ഘട്ടത്തിൽ നിന്നാണ് വേദാന്ത സ്കൂളിൻ്റെ തത്വശാസ്ത്രം ഉദയം ചെയ്തത്. മൂന്നാമത്തേത് സംഖ്യയാണ്. കപിലനാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. പ്രകൃതി, പുരുഷ എന്നീ അന്തിമമായ സ്വതന്ത്രമായ യാഥാർത്ഥ്യങ്ങളിൽ ഈ സ്കൂൾ വിശ്വസിക്കുന്നു. നാലാമത്തേത് യോഗയാണ്. പതഞ്ജലിയാണ് യോഗ സ്കൂൾ സ്ഥാപിച്ചത്. ചിന്താഗതിയിൽ ഈ സ്കൂൾ സംഖ്യ സ്കൂളുകളുമായി ഏറെ അടുത്തു നിൽക്കുന്നു. സംഖ്യ സ്കൂളിൻ്റെ എപ്പിസ്റ്റമോളജിയും മെറ്റാഫിസിക്സും തന്നെ യോഗ സ്കൂളുകളും അംഗീകരിക്കുന്നു. അഞ്ചാമത്തേത് ന്യായയാണ്. ഗൗതമയാണ് ന്യായ സ്കൂൾ സ്ഥാപിച്ചത്. ഇതിന് വൈശേഷിക സ്കൂളിൻ്റെ ആശയങ്ങളുമായി ഏറെ സാമ്യമുണ്ട്. ആറാമത്തേത് വൈശേഷികയാണ്. കന്നഡയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. ന്യായ സ്കൂളിൻ്റെ ആശയങ്ങളാണ് ഈ സ്കൂളും പിന്തുടരുന്നത്. യഥാർത്ഥത്തിൻ്റെ വിശദീകരണങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ 4 periods ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ദി വേദിക് പീരിയഡ്, ദ എപ്പിക് പീരിയഡ്, ദ സൂത്ര പീരിയഡ്, ദ സ്കോളാസ്റ്റിക് പീരിയഡ്. ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായൊന്ന് നോക്കാം.
വേദിക് കാലഘട്ടം ഒരിടത്ത് സ്ഥിരമായി താമസിക്കുക എന്ന ആര്യന്മാരുടെ ശീലത്തെയും അവരുടെ വളർച്ചയെയും വേദിക് കാലഘട്ടം സൂചിപ്പിക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഈ കാലഘട്ടം മുന്നോട്ട് വെക്കുന്ന വീക്ഷണങ്ങൾ തത്വശാസ്ത്രപരം എന്ന പദത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ ശരിയല്ല. ഇത് ഇരുട്ടിൽ തപ്പിത്തടയുന്നതിൻ്റെ കാലഘട്ടമാണ്. അവിടെ അന്ധവിശ്വാസവും ചിന്തയും അപ്പോഴും സംഘർഷത്തിലാണ്. നെക്സ്റ്റ് എപ്പിക് കാലഘട്ടം. ആദ്യകാല ഉപനിഷത്തുകളും വിവിധ തത്വശാസ്ത്ര പഠന വിഭാഗങ്ങളും പിറവിയെടുക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അപഗ്രഹിക്കുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെ. രാമായണവും മഹാഭാരതവും ഈ കാലഘട്ടത്തിൽ നിന്നും ഉദയം കൊണ്ടതാണെന്നും പലരും വിശ്വസിക്കുന്നു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ശൈവിസത്തിൻ്റെയും വൈഷ്ണവിസത്തിൻ്റെയും വേരുകൾ ചെന്നെത്തുന്നതും ഈ കാലഘട്ടത്തിലാണ്. മൂന്നാമത്തേത് സൂത്ര കാലഘട്ടമാണ്. തത്വശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുന്നതിന് ഇക്കാലഘട്ടം ലക്ഷ്യം വഹിച്ചു. ഉത്സാഹശാലികളായ പണ്ഡിതരും ചിന്തകരും മുൻകാലഘട്ടത്തിൽ തത്വശാസ്ത്ര പ്രശ്നങ്ങളെയാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ സൂത്ര കാലഘട്ടത്തിൽ തത്വശാസ്ത്ര പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ കഴിവിനെയാണ് പണ്ഡിതർ വിമർശനപൂർവ്വം അപഗ്രഥിച്ചത്. അവസാനത്തേത് സ്കോളാസ്റ്റിക് കാലഘട്ടമാണ്. സൂത്ര കാലഘട്ടത്തിൽ നിന്നും എടുത്തു പറയത്തക്ക വ്യത്യാസമൊന്നും ഈ കാലഘട്ടത്തിൽ പ്രകടമാകുന്നില്ല. പ്രശസ്ത തത്വചിന്തകരായ കുമാരില, ശങ്കര, രാമാനുജ, ശ്രീധര, മാധവ, വെക്കാസ്പതി, ഉദായന, ഭാസ്കര, ജയന്ത, വിജ്ഞാന ഭിക്ഷു, രഘുനാഥ തുടങ്ങിയവർ ഈ കാലഘട്ടത്തിന് ഉജ്ജ്വല സംഭാവനകൾ നൽകി. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 4 ഇന്ത്യൻ ഫിലോസഫിയിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആയി വരിക. ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതിലുണ്ട്. മൊഡ്യൂൾ 4ൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാനതെല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.